സ്നേഹം ഇല്ലാതാകുന്നതുകൊണ്ട് പല ബന്ധങ്ങളും അവസാനിക്കുന്നില്ല. ആഗ്രഹം പ്രണയത്തേക്കാൾ ശക്തമാകുന്നതിനാലാണ് അവ അവസാനിക്കുന്നത്. ആകർഷണം ഒരു ആസക്തിയായി മാറുമ്പോൾ, ക്ഷമയ്ക്ക് പകരം അഭിനിവേശം വളരുമ്പോൾ, പരിചരിക്കാനും സംരക്ഷിക്കാനുമുള്ള കഴിവിനേക്കാൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹം വലുതാകുമ്പോൾ, സ്നേഹം പതുക്കെ ശ്വാസം മുട്ടുന്നു. ചാണക്യൻ, ബുദ്ധൻ തുടങ്ങിയ പുരാതന ചിന്തകർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ന് ആധുനിക മനഃശാസ്ത്രവും അതുതന്നെയാണ് പറയുന്നത്. അപ്പോൾ ആഗ്രഹം സ്നേഹത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ബന്ധം തകരുന്നതിന് മുമ്പ് നമുക്ക് ആ തകർച്ച എങ്ങനെ തടയാനാകും? സ്നേഹത്തിന് ഊഷ്മളതയും വിശ്വാസവും വൈകാരിക ബന്ധവും ആവശ്യമാണ്. എന്നാൽ ആഗ്രഹം ശക്തവും ആവേശഭരിതവും അക്ഷമയുമാണ്. ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ ആഗ്രഹം ആവേശകരമായി തോന്നുന്നു. അത് ഹൃദയങ്ങളെ മത്സരിപ്പിക്കുന്നു, ആകർഷണം സൃഷ്ടിക്കുന്നു, രണ്ട് ആളുകളെ കൂടുതൽ അടുപ്പിക്കുന്നു. എന്നാൽ അച്ചടക്കമില്ലാതെ ആഗ്രഹം വളരുമ്പോൾ അത് പ്രണയമാകുന്നത് നിർത്തുന്നു, അത് അപകടകരമാകാൻ തുടങ്ങുന്നു. പുരാതന ഇന്ത്യൻ വിജ്ഞാനവും ആധുനിക മനഃശാസ്ത്രവും ഒരു സത്യത്തിൽ യോജിക്കുന്നു. ഒരു ബന്ധം നിലനിൽക്കുന്നത് ആഗ്രഹവും സ്നേഹവും കൊണ്ട് മാത്രമല്ല, അത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യുന്നത് കൊണ്ടുമാണ്. അനിയന്ത്രിതമായ ആഗ്രഹം സ്നേഹത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നും, ചാണക്യനിൽ നിന്നും ബുദ്ധനിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒടുവിൽ അവർ ഏറ്റവും വിലമതിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു. അധികാരത്തെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ മാത്രമല്ല അദ്ദേഹം സംസാരിച്ചത്, ബന്ധങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ആഗ്രഹം നിയന്ത്രണാതീതമാകുമ്പോൾ ഒരു വ്യക്തി തൻ്റെ പങ്കാളിയെ ഒരു കൂട്ടുകാരനായി കാണുന്നത് നിർത്തുന്നു. അവരെ ആനന്ദത്തിൻ്റെയും സാധൂകരണത്തിൻ്റെയും കൈവശത്തിൻ്റെയും ഒരു ഉറവിടമായി കാണാൻ തുടങ്ങുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കാരണം സ്നേഹം ചോദിക്കുന്നു, എനിക്ക് എങ്ങനെ നിങ്ങളെ പരിപാലിക്കാൻ കഴിയും? എന്നാൽ അനിയന്ത്രിതമായ ആഗ്രഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയും? ബുദ്ധൻ ഇത് കൂടുതൽ ആഴത്തിൽ വിശദീകരിച്ചു. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ പലപ്പോഴും ആസക്തിയിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നുമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്നേഹത്തിൽ നിന്നല്ല, മറിച്ച് പിടിച്ചു നിൽക്കാനും നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഉപഭോഗം ചെയ്യാനുമുള്ള തീവ്രമായ ആവശ്യത്തിൽ നിന്നാണ്. നിരന്തരമായ ശ്രദ്ധ, വാത്സല്യം അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിനായി ഒരാൾ തൻ്റെ പങ്കാളിയെ വൈകാരികമായി ആശ്രയിക്കുമ്പോൾ ഭയം വളരാൻ തുടങ്ങുന്നു. അവരെ നഷ്ടപ്പെടുമോ എന്ന ഭയം, അവർ പോരാ എന്ന ഭയം, അവർ മാറിയേക്കുമോ എന്ന ഭയം പതുക്കെ അസൂയ, അരക്ഷിതാവസ്ഥ, നിയന്ത്രണം എന്നിവയിലേക്ക് മാറുന്നു. ആധുനിക മനഃശാസ്ത്രം ഇതിനെ ഇമോഷണൽ ഓവർ അറ്റാച്ച്മെൻറ്റ് എന്ന് വിളിക്കുന്നു. പങ്കാളികൾ പരസ്പരം സ്നേഹിക്കാത്തതുകൊണ്ടല്ല ബന്ധങ്ങൾ പരാജയപ്പെടുന്നതെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. മറിച്ച് പങ്കാളികളിൽ ഒരാളോ രണ്ടുപേരോ മറ്റേയാൾ അവരുടെ വൈകാരികവും ശാരീരികവുമായ ആഗ്രഹങ്ങൾ നിരന്തരം നിറവേറ്റണമെന്ന് പ്രതീക്ഷിക്കുന്നതിനാലാണ്. പ്രതീക്ഷകൾ അമിതമാകുമ്പോൾ സ്നേഹം സമ്മർദ്ദമായി മാറുന്നു. സമ്മർദ്ദം അടുപ്പത്തെ നശിപ്പിക്കുന്നു. ആരോഗ്യകരമായ സ്നേഹം ഇടം നൽകുന്നു. അനിയന്ത്രിതമായ ആഗ്രഹത്തിന് നിരന്തരമായ തെളിവ് ആവശ്യമാണ്.
ആരോഗ്യകരമായ സ്നേഹം വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു. അനിയന്ത്രിതമായ ആഗ്രഹം പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ആരോഗ്യകരമായ സ്നേഹം സാവധാനത്തിൽ വളരുന്നു. അനിയന്ത്രിതമായ ആഗ്രഹം വേഗത്തിൽ കത്തുകയും വേഗത്തിൽ മങ്ങുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് തീവ്രമായ അഭിനിവേശത്തോടെ ആരംഭിക്കുന്ന പല ബന്ധങ്ങളും പലപ്പോഴും പെട്ടെന്ന് തകരുന്നത്. കാരണം അഭിനിവേശം കൊണ്ട് മാത്രം പ്രണയം നിലനിർത്താൻ കഴിയില്ല. അതിന് വൈകാരിക പക്വത, ക്ഷമ, ആത്മനിയന്ത്രണം എന്നിവ ആവശ്യമാണ്. യഥാർത്ഥ അടുപ്പം തുടക്കത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ശക്തമായി തോന്നുന്നു എന്നതല്ല, വികാരങ്ങൾ തീവ്രമാകുമ്പോൾ നിങ്ങൾ എത്ര വിവേകത്തോടെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചാണ്. ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ ഏറ്റവും അഭിനിവേശമുള്ള ബന്ധങ്ങളല്ല, എന്നാൽ ഏറ്റവും കൂടുതൽ ബാലൻസ് ഉള്ളവയാണ്. അതുകൊണ്ട് സ്നേഹം നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഗ്രഹം മാത്രം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത്, അതിനെ നയിക്കാൻ പഠിക്കുക. കാരണം ആഗ്രഹം ഒരു ബന്ധത്തിന് തുടക്കമിടും, എന്നാൽ അച്ചടക്കത്തിന് മാത്രമേ അതിനെ സംരക്ഷിക്കാൻ കഴിയൂ. പുരാതന ജ്ഞാനവും ആധുനിക മനഃശാസ്ത്രവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഹൃദയത്തിന് സ്നേഹം ആവശ്യമാണ്, എന്നാൽ മനസ്സിന് നിയന്ത്രണം ആവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.